പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിപരിശുദ്ധവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയും പ്രത്യാശയുമാണ് വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത, ഹൃദയ വിചാരത്തെ അറിയുന്ന ദൈവം. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തകളെയും മനുഷ്യൻ ആരും അറിയുന്നില്ല. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ വേദന അറിയുന്ന ഒരു സർവശക്തനായ ദൈവം. നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ഭാരങ്ങളും അറിയുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ആമീൻ ഉണ്ട് എന്ന് ഇന്ന് രാത്രികാല ദൈവാത്മാവ് നമ്മെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പുറമേ ഉള്ളത് മനുഷ്യൻ നോക്കി വിലയിരുത്തുമ്പോൾ, പുറമേ കണ്ട് പലരും നമ്മെ വിലയിരുത്താൻ നോക്കുമ്പോൾ, കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പരാതികളും പറഞ്ഞ് വിലയിരുത്താൻ നോക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ അകത്തളം കാണുന്ന ഒരേ ഒരുവൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം മാത്രമാണ്. അതിനാധാരമായി ഒരു തിരുവചന ചിന്ത ഞാൻ വായിക്കുന്നു. 1 ശമൂവേൽ ദിവസം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു: മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കി വിധി എഴുതുമ്പോൾ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കി കണക്കെഴുതുമ്പോൾ, ജീവിതത്തിന്റെ അകത്തളത്തിൽ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മനുഷ്യർക്കാർക്കും അളക്കാൻ കഴിയത്തില്ല. അത് അളക്കാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. ഹൃദയത്തിന്റെ അകത്തളത്തിൽ അനുഭവിക്കുന്ന വേദനകളും നിരാശകളും ഭാരങ്ങളും ആരോടും പറയുവാൻ കഴിയാതെ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന വേദനകളുടെ അതികഠിനമായ ഭാരങ്ങൾ മനുഷ്യർക്കാർക്കും അത് കാണാൻ കഴിയത്തില്ല. പുറമെ ജീവിത സ്റ്റൈലുകൾ നോക്കി ജനം വിലയിരുത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ അപവാദപ്പെടുത്തുകയും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നതിന്റെ അകത്തളം അറിയുന്ന ഒരു ദൈവം. മനുഷ്യൻ ഭാഗ്യരൂപം നോക്കുന്നു, യഹോവ ഹൃദയത്തിന്റെ ആഴത്തെ നോക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആഴത്തിന്റെ വേദന അറിയുന്ന സർവശക്തനായ ദൈവം ആഴത്തിന്റെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇടയായി തീരണമെങ്കിൽ ദൈവാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ശമൂവേൽ ഇശായിയുടെ പുത്രന്മാരിൽ ഒന്നിന്ന് രാജാവിനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ ഉയരവും രൂപഭംഗിയുമുള്ള ഏലിയാവിനെ കണ്ട് അവനെയാണ് തിരഞ്ഞെടുത്തതെന്ന് വിചാരിച്ച് അവൻ പലരും ഭാഗ്യരൂപം നോക്കി തിരഞ്ഞെടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഭാഗ്യമായ കാഴ്ചപ്പാടിൽ തിരഞ്ഞെടുക്കുവാനിടയായി തീരുമെന്ന് ചിന്തിക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, ഭാഗ്യരൂപത്തിൽ ആകൃഷ്ടനായി പ്രവർത്തിക്കുന്ന ദൈവമല്ല, വണ്ണവും പൊണ്ണവും പൊക്കവും വെളുപ്പും സൗന്ദര്യം കണ്ട് പ്രവർത്തിക്കുന്നവനല്ല, ഹൃദയത്തിന്റെ അകത്തളത്തിന്റെ മുറിവിന്റെ ആഴത്തെ കണ്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. സങ്കീർത്തന പുസ്തകം 139 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, എന്നെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയണമേ. ഹൃദയത്തിന്റെ വേദനകളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ, അകത്തളത്തിൽ നാം അനുഭവിക്കുന്ന വേദനയുടെ ആഴത്തിന് പരിഹാരം നൽകിത്തരാൻ കഴിവുള്ളവൻ, അത് സർവശക്തനായ ദൈവം മാത്രമാണ്. കൂടെ നിൽക്കുന്നവരും സ്നേഹിക്കുന്നവരും
കരുതാമെന്ന് പറയുന്നവരും പുറമെ ബാഹ്യരൂപം നോക്കി വിലയിരുത്തുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തെ കണ്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. ഇരമ്യാ പ്രവാചകൻ 17:10 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവ ആമേൻ ഹൃദയത്തെ ശോധന ചെയ്യുകയും ആമേൻ അന്തരംഗത്തെ പരിശോധിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തെ ശോധന ചെയ്യുന്ന, അന്തരംഗത്തെ പരിശോധിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അകത്തളത്തിലെ വേദനകളെ പരിശോധിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്തി നിലനിർത്തുവാൻ കഴിവുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ, മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ട് കണക്കിടുമ്പോൾ, എന്റെ കർത്താവായ യേശുക്രിസ്തുവോ ഹൃദയത്തിന്റെ ആഴത്തെ അറിയുന്ന ദൈവമാണ്. അകത്തളത്തിലെ വേദനകളെ കണ്ട് അതിനെ പരിഹാരം നൽകി തരുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.